ഒരു മാസത്തിലേറെയായി യുദ്ധം ചെയ്തിട്ട് ഇറാനെതിരെ നിർണായക വിജയം നേടാൻ ആകാത്തതിനെ തുടർന്ന് ചോർന്നു തുടങ്ങിയ ആത്മവിശ്വാസമാണ് ഇറാന്റെ മണ്ണിൽ നിന്ന് പൈലറ്റിനെ സാഹസികമായി രക്ഷിച്ചെടുത്തതിലൂടെ യുഎസിന് കൈവന്നത്. ഉദ്യോഗസ്ഥൻ ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ യുഎസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിനിടെ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ആദ്യമായാണ് വിമാനം വെടിവെച്ച് വീഴ്ത്തുന്നത്. ഇറാന്റെ വ്യോമ നാവിക സേനകളെ പൂർണ്ണമായും നശിപ്പിച്ചെന്ന് വീമ്പു പറഞ്ഞ പ്രസിഡന്റ് ട്രംപിനുള്ള കനത്ത പ്രഹരമായിരുന്നു അത്. അമേരിക്കയുടെ F-15E ഈഗിൾ എന്ന ഡബിൾ എഞ്ചിൻ യുദ്ധവിമാനം ഇറാൻ തകർത്ത വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത്. 48 മണിക്കൂറുകളോളം മലയിടുക്കിൽ ഒളിച്ചിരുന്ന ശേഷമാണ് വിമാനത്തിന്റെ പൈലറ്റ് രക്ഷപ്പെട്ടത്. എന്ത് വില കൊടുത്തും പൈലറ്റിനെ രക്ഷിക്കുക എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവ് നടപ്പാക്കിയത് ഏറെ ശ്രദ്ധ നേടിയ ഒരു പ്രത്യേക സൈനിക വിഭാഗമായിരുന്നു. നേവൽ സ്പെഷ്യൽ വാർഫെയർ ഡെവലപ്മെന്റ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ. അനൌദ്യോഗികമായി ഇവരെ സീൽ ടീം 6 എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സീൽ ടീം 6? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. പൈലറ്റ് തങ്ങിയത് പർവ്വതനിരയിൽ 200 മൈൽ താഴെ. 7000 അടി ഉയരമുള്ള ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരയിലെ 200 മൈൽ താഴെ പരിക്കേറ്റിരുന്ന പൈലറ്റിനെയാണ് സീൽ ടീം 6 രക്ഷപ്പെടുത്തിയത്. ഇറാൻ സൈന്യത്തിന് പോലും പൈലറ്റിന്റെ സ്ഥാനം മനസ്സിലാകും മുൻപായിരുന്നു ഈ ദൗത്യം. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സഹായം ഇറാനിൽ പൈലറ്റിനെ കണ്ടെത്തുന്നത് ശരിക്കും ഉദ്യോഗം നിറഞ്ഞ മിഷനായിരുന്നു. ഇതേ പൈലറ്റിന് വേണ്ടി ഇറാനും അന്വേഷണം നടത്തവേ തങ്ങളുടെ പൈലറ്റ് രക്ഷപ്പെട്ടു എന്ന് ഇറാൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യം CIA തെറ്റായൊരു പാതയിലൂടെ ഒരു വ്യാജ ഓപ്പറേഷൻ നടത്തി. ഈ സമയം ഇറാനിയൻ സൈനിക നീക്കം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് തത്സമയം വീക്ഷിക്കുകയായിരുന്നു. 36 മണിക്കൂർ നേരത്തേക്ക് ഇസ്രയേൽ ഇതിനായി ആക്രമണം നടത്തി. ഈ സമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഒരു പ്രസ്താവന നടത്തി. ഇറാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും വിജയിച്ചില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്നായിരുന്നു അത്. ആ രാത്രി തന്നെ സീൽ ടീം 6 കമാൻഡോകൾ സാഗ്രോസ് പർവ്വതനിരയിൽ ഇറങ്ങി. ഇറാൻ സൈന്യവും സ്ഥലത്തെത്തിയിരുന്നു. ഇവരെ ഒഴിവാക്കാൻ സീൽ ടീം നിറയൊഴിച്ചു. ഇറാൻ സൈന്യത്തിന് ഒപ്പമുള്ള വാഹനങ്ങളെ അമേരിക്കൻ വിമാനങ്ങൾ തകർത്തു. ഉടനടി മലയിടുക്കിൽ ഒളിച്ചിരുന്ന പൈലറ്റിനെ സീൽ ടീം 6 കമാൻഡോകൾ താഴേക്കെത്തിച്ച് രക്ഷിച്ച് തൊട്ടടുത്തുള്ള രാജ്യമായ കുവൈറ്റിലെത്തിച്ചു. ഒരൊറ്റ അമേരിക്കക്കാരന് പോലും ജീവനാശവും സംഭവിച്ചില്ല. സീൽ ടീം 6 രൂപീകരണം 1980 നവംബറിൽ തൊട്ടു മുൻപുള്ള വർഷം ഇറാനിൽ ആരംഭിച്ച ഇന്നത്തെ ഭരണകൂടത്തിന് കാരണമായ വിപ്ലവമാണ് സീൽ ടീം 6 രൂപീകരിക്കാൻ ഇടയാക്കിയത്. അമേരിക്കൻ നേവിയുടെ ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡറാണിവർ. അന്ന് അമേരിക്കയുടെ ബേസ് ഇറാനിൽ തകർക്കപ്പെടുകയും അമേരിക്കൻ പൗരന്മാർ ഇറാൻ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഇവരുടെ മോചനമായിരുന്നു ലക്ഷ്യം. പിന്നീട് 1987 ഈ ടീം പിരിച്ചുവിട്ടു. പിന്നീട് പുനഃസംഘടിപ്പിച്ചു. ഔദ്യോഗിക പേരുകൾ മാറിയെങ്കിലും അനൌദ്യോഗിക പേരായ സീൽ ടീം 6 എന്ന് തന്നെ ഇവർ അറിയപ്പെട്ടു. ബിൻ ലാദനെ വധിച്ചതും സീൽ ടീം 6. ഇത്തരം ദൗത്യങ്ങൾ സീൽ ടീം 6 അത്ര പുത്തരിയല്ല. 1.5 പതിറ്റാണ്ട് മുൻപ് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിച്ചു കഴിയുകയായിരുന്ന അൽ ഖ്വയ്ദ തലവൻ സൊമ ബിൻ ലാദനെ കണ്ടെത്തി വധിച്ചത് ഇവരാണ്. 24 നേവി സീൽസ് 2 സ്റ്റെൽത്ത് ഹെലികോപ്റ്ററുകളിൽ സ്ഥലത്തെത്തി കേവലം 40 മിനിറ്റ് കൊണ്ടാണ് ബിൻ ലാദനെ വധിച്ചത്. അന്ന് ജീവനെടുക്കാനായിരുന്നു മിഷനെങ്കിൽ ഇപ്പോഴത് ജീവൻ രക്ഷിച്ച് രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായിരുന്നു. രണ്ടും സംഘം ഭംഗിയായി ചെയ്തു. 2011 അന്നൊരു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പാകിസ്ഥാനിൽ വെച്ച് പിടിക്കപ്പെട്ടു. ഇതോടെ തങ്ങളുടെ സാങ്കേതിക വിദ്യ ഇനി ഒരിക്കലും ശത്രു രാജ്യത്തിന്റെ കയ്യിൽ എത്തരുതെന്ന് അമേരിക്ക തീരുമാനിച്ചു. അതോടെയാണ് ബിൻ ലാദനെ പിടികൂടുന്ന മിഷൻ തീരുമാനമായത്. വിമാനം അവർ തകർത്ത് കളയുകയും ചെയ്തു. ഇറാനിൽ തകർക്കപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റിനെ കണ്ടെത്തുന്നവർക്ക് $60,000 ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇയാൾക്കായി അന്വേഷണത്തിന് സാധാരണക്കാരോടും ആവശ്യപ്പെട്ടു. ഇറാൻ സൈന്യത്തിന് തന്റെ സിഗ്നൽ ലഭിക്കാതിരിക്കാൻ വളരെ പരിമിതമായ സിഗ്നലെ പൈലറ്റ് പുറത്തേക്ക് അയച്ചുള്ളൂ. കയ്യിൽ ആ സമയം ആയുധമായുണ്ടായിരുന്നത് ഒരു ഹാൻഡ് ഗണ്ണും. ആശയവിനിമയത്തിന് ഒരു ഉപകരണവും ട്രക്കിംഗ് ബീക്കണും ഈ സമയം അമേരിക്കൻ സൈന്യത്തിലെ കേണലായ വൈമാനികന്റെ കൈവശമുണ്ടായിരുന്നു. ഈ സംവിധാനം വഴി പൈലറ്റിനെ കണ്ടെത്തിയതോടെ വിവരം CIA വൈറ്റ് ഹൗസിലേക്കും പെന്റഗണിലേക്കും അമേരിക്കൻ സൈന്യത്തിനും കൈമാറി. വൈകാതെ പൈലറ്റിനെ രക്ഷിച്ചു. തലേന്ന് ഇതേ അപകടത്തിൽപ്പെട്ട മറ്റൊരു പൈലറ്റിനെയും സൈന്യം രക്ഷിച്ചിരുന്നു. ഇതോടെ ശത്രു രാജ്യത്ത് അപകടത്തിൽപ്പെട്ട 2 വൈമാനികരെ തങ്ങൾക്ക് ഒരുപോലെ രക്ഷിക്കാനായെന്ന അഭിമാനവും അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ചു. 2 പൈലറ്റുമാരെയും രക്ഷിക്കപ്പെടുന്നത് ചരിത്രത്തിലാദ്യമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ ധീരരായ പോരാളികൾ ഇറാനിലെ ദുർഘടമായ പർവ്വതനിരകളിൽ നിന്നാണ് പൈലറ്റ്
പൈലറ്റിനെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞു. പൈലറ്റിനെ ഇറാന് പുറത്തെത്തിക്കാൻ 7 മണിക്കൂർ എടുത്തെന്നും പറഞ്ഞു. 2 വൈമാനികനെ വെവ്വേറെ രക്ഷപ്പെടുത്തുന്നത് സൈനിക ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. 100-ലേറെ സൈനികരും 10-ലേറെ യുദ്ധവിമാനങ്ങളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി. യുഎസും സഖ്യസേനകളും നടത്തുന്ന ഏറ്റവും സങ്കീർണവും സമയബന്ധിതവുമായ ഓപ്പറേഷനാണ് കോംബാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. അതേസമയം അമേരിക്കയുടെ ഈ ദൗത്യ വിജയത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിച്ചു. ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്ന് തകർന്നു കിടക്കുന്ന വിമാനങ്ങളുടെ ചിത്രം പങ്കുവച്ച് അദ്ദേഹം എക്സിൽ കുറിച്ചു. പൈലറ്റിനെ രക്ഷിച്ചു കൊണ്ടുപോയ US വിമാന വ്യൂഹത്തിലെ 2 C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവച്ചിട്ടെന്നാണ് ഇറാൻ അറിയിച്ചത്. ഇറാന്റെ മണ്ണിൽ $100 മില്യൺ വിമാനങ്ങൾ തകർത്ത അമേരിക്ക. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ മരുഭൂമിയിൽ തങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ സ്വന്തം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തു. ഈ ദൗത്യത്തിനിടെ $100 മില്യൺ അതായത് 830 കോടി വിലമതിക്കുന്ന വിമാനങ്ങൾ അമേരിക്കയ്ക്ക് നശിപ്പിക്കേണ്ടി വന്നു. അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുന്നത് പണത്തേക്കാൾ പ്രധാനമാണെന്ന അമേരിക്കൻ സൈനിക പ്രോട്ടോകോളിന്റെ ഭാഗമായിരുന്നു ഈ നടപടി.